ഹായ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഡീം കോഡ് വഴി ഒക്കെ കിട്ടുന്ന കിഡിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ അധികം ആരും പരിചയപ്പെടുത്താത്ത ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റിവാർഡും കാര്യങ്ങളും ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഇതിൽ ലോഗിൻ. അത്യാവശ്യം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. നല്ല രീതിയിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി വന്നിട്ടുണ്ട്. പിന്നെ പുതിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്തോ, എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിട്ടുണ്ട്, ഇപ്പോൾ കറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. അവർ കാണിക്കുന്നുണ്ട് 50 കോയിൻസ് 5 ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഫർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഓഫറിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ജസ്റ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50x കോയിൻസ് ഈ ഒരു ആപ്ലിക്കേഷൻസ് മാത്രം കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ മറ്റു ആപ്ലിക്കേഷൻസ്, സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ മാക്സിമം നിങ്ങൾ എന്താവുക പെട്ടെന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. വിൻ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 2-3 മിനിറ്റ് കൊണ്ട് ഏകദേശം 10 കോയിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പ്ലേ ഗെയിം എന്ന ഓപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗെയിം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായിട്ടുണ്ട്, നമുക്ക് വിന്ന് ഒരേപോലത്തെ രീതിയിൽ നമുക്ക് വിന്നിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് പ്ലേ ചെയ്ത് നോക്കുക. ഈ ഗെയിം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കിട്ടുക. ഓക്കെ, റോങ് ആയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അഗെയിൻ ട്രൈ അഗെയിൻ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ജസ്റ്റ് പ്ലേ അഗെയിൻ. ഓക്കെ, നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഏത് ഗെയിമാണെങ്കിലും അതിനെന്തുണ്ടാവും, ചെറിയ റൂള് എന്തായാലും ഉണ്ടാവും. ആ റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളെ മൈനിങ്ങിൻ്റെ പോലത്തെ ഗെയിമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനിങ്ങിൻ്റെ പോലത്തെ ഗെയിം ആവാനാണ് ഏറ്റവും ചാൻസ്. ഓക്കെ, നമ്മൾ ഗെയിം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്ലേ ചെയ്ത് തന്നെ നോക്കാം. ഹൗ ടു പ്ലേ എന്ന ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബാക്ക് ടു ഹോം, പ്ലേ ഗെയിം, ഹൗ ടു പേ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട് 14 ഹിഡൻ ക്യാരക്ടർ ഉണ്ട്. അതിൽ രണ്ടെണ്ണം നമുക്ക് ഹിഡൻ സ്നാക്സ് ആണ്. അപ്പോൾ 14 ക്യാരക്ടറാണോ അതോ സ്നാക്സാണ് കണ്ടുപിടിക്കുന്നതാണ്. യു ഹാവ് 3 ചാൻസ്. നമുക്ക് 2 ചാൻസ് അവർ തരും. അതിൽ 3 ക്യാരക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് സിമ്പിളാണ് സംഭവം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ചെറിയ രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും ബോണസും കാര്യങ്ങളും. അതെങ്ങനെ കിട്ടുക വെച്ചാൽ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ സർവേ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യണം. അതിന് ശേഷമായിരിക്കും നമുക്കിപ്പോൾ പെൻഡിങ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഇനി പ്ലേ ആൻഡ് ഏൺ എന്ന മറ്റൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്താലായിരിക്കും അത് ഓപ്പണായി വരും. അപ്പോൾ ടാസ്ക് പാർട്ണർ, അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാസ്ക് സർവേ പാർട്ണേഴ്സിൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ഗെയിമും പ്ലേ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫേഴ്സും അവൈലബിൾ ആവും, അത്യാവശ്യം കോയിൻസും കിട്ടും. ഇനി റെഫർ ആൻഡ് ഏൺ എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ടും കാര്യങ്ങളും സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഡെയിലി വിൻ, അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു ഓഫേഴ്സിൻ്റെ കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കോയിൻസും കാര്യങ്ങളും കിട്ടുമെന്നും അവിടെ തന്നെ കാണാൻ കഴിയും. പിന്നെ ഇവരുടെ പ്ലാറ്റ്ഫോംസിൽ അതായത് ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 കോയിൻ അവർ തരുന്നുണ്ട്. പിന്നെ അവരുടെ പ്രോമോ കോഡ് വരുന്നുണ്ട്. പ്രോമോ കോഡ് റെഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 1K അടുത്തെങ്കിലും ഡെയിലി ചിലപ്പോൾ കിട്ടും. ഓക്കെ, ലെക്കിനനുസരിച്ചാണ് പല രീതിയിൽ കോയിൻസ് അവർ അവൈലബിൾ ആക്കുന്നത്. പിന്നെ ഇതാണ് ലീഡർ ബോർഡ്. മിക്ക ആപ്ലിക്കേഷനിലും ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് അവർ തരുന്നതാണ് ഈ ലീഡർ ബോർഡിൽ. ഓക്കെ, ഇനി ഗോ ടു വാലറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളെ വാലറ്റ് ഇപ്പോൾ വരുന്നത് 50 കോയിൻസാണ്. അപ്പോൾ ഫോൺ പേ, UPI, ആമസോൺ പേ ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്.
സോ നമ്മൾ ഫോൺ പേ വോച്ചർ എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഏകദേശം നിങ്ങൾക്ക് എത്ര കോയിൻസ് വേണം വിഡ്രോ ചെയ്യാനെന്ന് അവർ കാണിക്കുന്നുണ്ട്. 50 കോയിൻസ് എന്ന് പറയുമ്പോൾ 0.50 പൈസയാണ്. അപ്പോൾ 100 കോയിൻസ് എന്ന് പറഞ്ഞാൽ 1 രൂപ. ഓക്കെ, 100 കോയിൻസ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് നോക്കാം. നമുക്ക് എല്ലാത്തിലും ഒരേ ഒരു പോലെയാണ് വരുന്നത്. സോ ഇതിൽ 2500 കോയിൻസായി നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. 50 രൂപ മുതൽ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. ഓക്കെ, 50 രൂപയല്ല, സോറി, 50 കോയിൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. മാക്സിമം കോയിൻസും കാര്യങ്ങളും നിങ്ങൾ ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വിഡ്രോയിലും കാര്യങ്ങളും നിങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൽ ഗെയിംസും കാര്യങ്ങളും കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താകാൻ പറ്റും, കോയിൻസും കാര്യങ്ങളും കിട്ടും. ഈ ടാസ്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക ആദ്യം, അതിനുശേഷം ഗെയിം കളിക്കുക. ഗെയിം കളിച്ചിട്ട് ഏൺ ചെയ്യാൻ നോക്കുക. നമുക്ക് ഏകദേശം ഇതിൽ തന്നെ ഈ ഒരു ഗെയിമിൽ തന്നെ അത്യാവശ്യം നമുക്ക് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ടീമിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലും നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ, വിഡ്രോയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താവുക ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.